Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ നമുക്കറിയാം മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ യുദ്ധമൊക്കെ കാരണം കൊണ്ട് വളരെ നല്ല രീതിയിൽ ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഉള്ളത്. ഇന്ന് ചെറിയ റിക്കവറി കണ്ടെങ്കിലും ഒരു ഷോർട്ട് കവറിങ് റാലിയാണ്. അത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുമോ നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെ ഒരാഴ്ചയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ ആ റേഞ്ചിൽ നിന്ന് ഇനി മേലോട്ട് കയറുമോ എന്നുള്ളത്. നമുക്ക് നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. ടെക്നിക്കലി നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരവസ്ഥ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് തവണ ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് നിഫ്റ്റി കയറിയിട്ടുണ്ട്. ഇത് വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ട് എടുക്കുമ്പോൾ നമുക്കറിയാം ഈ റേഞ്ചിൽ നിന്നൊക്കെ ഒരുപാട് തവണ ഈ റേഞ്ചിലോട്ട് വന്നു, പിന്നെ രണ്ടാമത് ഈ റേഞ്ചിലോട്ട് വന്നു, പിന്നെ ഈ റേഞ്ചിൽ 2 പ്രാവശ്യം വന്നു, അതുപോലെ വീണ്ടും അതേ റേഞ്ചിലോട്ട് എത്തിയിട്ടില്ല. പക്ഷേ ഏകദേശം ആ റേഞ്ചിൽ നിന്ന് ഇതിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കൂടാതെ നമുക്ക് 23,000 എന്നുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും കൂടിയുണ്ട്. ഞാനൊരു ഡെയിലി ചാർട്ടോട്ട് മാറ്റാം. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 22,955 വരെ നിഫ്റ്റി താഴത്തോട്ട് വന്നു. എന്നിട്ട് അവിടെ നിന്നാണ് നല്ലൊരു ബൈയിങ് വന്നത്. നല്ലൊരു ഷോർട്ട് കവറിങ് ആണെന്നുണ്ടായിരുന്നത്. നമുക്കത് കണ്ടിന്യൂ ചെയ്യുമെന്ന് അറിയില്ല. ചില സമയം ഇന്ന് കൂടുതലായിട്ട് FIS നല്ല രീതിയിൽ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ എക്സ്പയറി ആണ്. ചിലപ്പോൾ നാളെ എങ്ങനെ എന്തെങ്കിലും നല്ലൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് വളരെ ലോസ് വരും. അതുകൊണ്ട് അവർ അഡ്വാൻസ് ആയിട്ട് തന്നെ ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തായിരിക്കാം. കൂടാതെ ഇനിയും ഇപ്പോഴും ഷോർട്ട് ചെയ്ത് തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ നാളെ ചിലപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഒക്കെ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം അപ്പോൾ നമുക്കൊരു ഓൾ ടൈം ഹൈ എന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഏകദേശം ഒരു 12% ഒരു ഫോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10% ഒക്കെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ കുറച്ച് നിഫ്റ്റി ബീസൊക്കെ ആഡ് ചെയ്യാന്നുള്ളത്. കാരണം നല്ലൊരു സപ്പോർട്ട് റേഞ്ചാണ്. കൂടാതെ വലിയൊരു ഫോൾ വരാൻ സാധ്യതയില്ല. കാരണം യുദ്ധത്തിൻ്റെതായിട്ടുള്ള നല്ലൊരു ഫോൾ വന്നു. ഇനി വീടുകയാണെങ്കിൽ തന്നെ നല്ല വലിയ ഫോൾ ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ വലിയ എന്തെങ്കിലും സംഭവം നടക്കണം. അതല്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ താഴത്തോട്ട് അങ്ങനെ പോവുള്ളൂ. പിന്നെ പെട്ടെന്നൊരു പോസിറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ നല്ല വലിയൊരു ഗ്യാപ്പും വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ മാർക്കറ്റിൽ പെട്ടെന്ന് ഈ ഓപ്ഷൻ ട്രേഡും അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ റിസ്ക്കിയാണ്. പെട്ടെന്നുള്ള ഗ്യാപ്പും ഗ്യാപ്പ് ഡൗണും കാരണം നമുക്കത് റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ ഒരു ലോങ് ടൈം ഓപ്ഷനൊക്കെ ചെയ്യുന്നതൊക്കെ ആയിരിക്കും കുറച്ചുകൂടി സേഫ്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ റേഞ്ചിൽ നിന്ന് ഒരു സൈക്കോളജിക്കൽ ലെവലിൽ നിന്ന് ഇപ്പോൾ റിവേഴ്സലാവുമെന്ന് പ്രതീക്ഷിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും മേലോട്ടൊന്ന് പോയിട്ട് വീണ്ടും താഴത്തോട്ട് വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങളാണെങ്കിൽ 2 ദിവസം ഒരു ഗ്രീൻ ക്യാനിലൊക്കെ ഉണ്ടായതിനു ശേഷം വീണ്ടും നല്ലൊരു ഫോൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ഒരു പുൾ ബാക്ക് ആയിരിക്കും. കാരണം നല്ലൊരു ഫ്രഷ് ബൈയിങ് ഒന്നും വന്നിട്ടില്ല. FIS കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും മാർക്കറ്റിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഈ റേഞ്ചിലോട്ട് വരുന്ന സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ വെച്ച് നോക്കുമ്പോൾ വീണ്ടും 2% 22,600 ആ റേഞ്ചിലോട്ടൊക്കെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മേലോട്ട് പോകാനും സാധ്യത ഉണ്ട്. എന്തായാലും ചിലപ്പോൾ ഇവിടെ തന്നെ റിവേഴ്സലാവുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അതല്ല ഒരു 3-4 ദിവസം ഈ റേഞ്ചിൽ തന്നെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് പതുക്കെ മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കുറച്ച് സ്റ്റോക്കുകളൊക്കെ അക്യുമുലേറ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ടൈമും കൂടിയാണ്. അതുപോലെ നമുക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞതാണ് ഒരു കുറച്ച് ഈ ETF-കളൊക്കെ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചുകൂടി സേഫാണ്. നമ്മൾ സ്റ്റോക്കുകളേക്കാൾ നല്ലൊരു ഫോൾ വരുമ്പോൾ ETF-ലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ഫോൾ വന്നാൽ നമുക്ക് വലിയൊരു ഫോൾ വരില്ല. അത് സ്റ്റോക്കുകളെ പോലെ 8-10% ഗ്യാപ്പ് ഡൗൺ ഒന്നും വരില്ല. കൂടാണ്ട് തന്നെ നമുക്ക് റിക്കവർ ആകുമ്പോഴും നല്ല രീതിയിൽ തന്നെ റിക്കവറായി കിട്ടും. പിന്നെ നല്ല താഴത്തോട്ട് വന്നാൽ നമുക്ക് ആഡ് ചെയ്ത് ആവറേജ് ചെയ്താലും കുഴപ്പമില്ല. സ്റ്റോക്കുകളെ പോലെയല്ല, ETF ആകുമ്പോൾ ഒരുപാട് സ്റ്റോക്കുകളുടെ ചേർന്നിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചില സ്റ്റോക്കുകൾ പെർഫോം ചെയ്തിലും പല സ്റ്റോക്കുകളും പെർഫോം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു ആവറേജ് ആയിട്ട് തന്നെ ETF-കളാകുമ്പോൾ മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ സ്റ്റോക്കുകളെക്കാളും ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ETF-ൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും സേഫ്. അതുപോലെ നമ്മൾ സ്മോൾ ക്യാപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ഞാൻ ഒരു വീക്ക് ചാർട്ട് എടുക്കാം. വീക്ക് എടുക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു നല്ലൊരു സപ്പോർട്ട് റേഞ്ചാണ്. വീണ്ടും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നിഫ്റ്റിനേക്കാളും കൂടുതലായിട്ട് സ്മോൾ ക്യാപ്പ് കുറച്ചുകൂടി നല്ലൊരു വീക്കായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ താഴത്തോട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ റേഞ്ചിലോട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ റേഞ്ച് ഒരുപാട് തവണ നമ്മൾ വീക്ക് ചാർട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സപ്പോർട്ടും റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്തതാണ്. അപ്പോൾ അവിടെ വന്നിട്ടില്ല. ഇവിടെ തന്നെ റിവേഴ്സലാവുകയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലൂ ലൈനിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താലാണ് നമുക്കൊരു
കോൺഫിഡൻ്റ് ഉള്ളൂ. ചിലപ്പോൾ ഈ റേഞ്ചിലോട്ടൊക്കെ വന്ന് പതുക്കെ ഈ റേഞ്ച് ഈ ക്ലോസ് ചെയ്ത് ഇവിടുന്ന് സസ്റ്റെയിൻ ചെയ്ത് മേലോട്ട് പോയാലാണ് നമുക്ക് സ്മോൾ ക്യാപ്പ് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. അതുവരയ്ക്കും സ്മോൾ ക്യാപ്പ് ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്മോൾ ക്യാപ്പിൽ നല്ലൊരു ബൈയിങ് വന്നാലാണ് നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകളിലൊക്കെ നല്ലൊരു ബൈയിങ് കിട്ടുള്ളൂ. കാരണം നമ്മൾ കൂടുതലായിട്ട് സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളാണ് എടുക്കുന്നത്. കാരണം അതിലാണ് ഒരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ ബാക്കിയുള്ള വലിയ വലിയ സ്റ്റോക്കുകളെക്കാളും. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല, ഒരു ഒത്തുതീർപ്പൊന്നും ആയിട്ടില്ല. ചെറിയ നല്ല പോസിറ്റീവ് ന്യൂസുകൾ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പറയാനും പറ്റില്ല. അത് ഒരു ഓവർനൈറ്റ് കൊണ്ട് തന്നെ മാറാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് യുദ്ധത്തിൻ്റെ ആയതുകൊണ്ട് പുതിയ എൻട്രികളൊക്കെ എടുക്കാണ്ട് സേഫായിട്ട് ഇരിക്കുക. അങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ETF-കളൊക്കെ കുറച്ച് റേഞ്ചിലൊക്കെ നല്ല രീതിയിൽ കുറച്ച് ക്വാണ്ടിറ്റി അക്യുമുലേറ്റ് ചെയ്തിട്ട് പോകണോണ്ട് വലിയ തെറ്റില്ല. അതുപോലെ നമുക്കൊരു 2 സ്റ്റോക്ക് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞിട്ട് പോകാം. ഇപ്പോൾ ഐഷർ മോട്ടോർ അതുപോലെ L&Dയും നല്ലൊരു ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളാണ്, ബ്ലൂ ചിപ്പ് കമ്പനികളാണ്. അപ്പോൾ ഇതിൻ്റെ വീക്കിലി എടുത്തു കഴിഞ്ഞാൽ ഐഷർ മോട്ടോറിൻ്റെ നല്ലൊരു സപ്പോർട്ട് റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത് വീക്ക്ലി ചാർട്ടാണ്, ഞാൻ ഡെയിലി ചാർട്ടിലോട്ട് മാറ്റാം. ഇപ്പോൾ ഡെയിലി ചാർട്ടിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ കണ്ട ആ ഒരു റേഞ്ച് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത ഒരു റേഞ്ചാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോങ് ടൈമിലേക്കൊക്കെ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി റേഞ്ചിൽ നിന്ന് ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 6666 ആ റേഞ്ച്, ഇപ്പോൾ ഏകദേശം ആ റേഞ്ചിൽ നിന്ന് തന്നെയാണ് സപ്പോർട്ട് ചെയ്തിട്ട് മേലോട്ട് പോയത്. അപ്പോൾ ഈ റേഞ്ചിലൊക്കെ ചെറിയൊരു ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക, ഒരു ഫുൾ എമൗണ്ട് ആഡ് ചെയ്യാണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക. പിന്നെ താഴത്തോട്ട് വരികയാണെങ്കിൽ വീണ്ടും നമുക്ക് ആഡ് ചെയ്യാം. കാരണം ഐഷർ മോട്ടോറിനൊക്കെ പുതിയതായിട്ടുള്ള ഓർഡറുകളും അതുപോലെ ബസ് അങ്ങനെ ഒരുപാട് പുതിയ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ന്യൂസുകൾ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു സ്റ്റോക്കിന് നല്ലൊരു ബെനിഫിറ്റാണ്. അതുപോലെ ഇവിടുന്ന് ഓൾ ടൈം ഹൈ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 18% ഒരു ഡൗൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 18% ഒരു ഡൗൺ എന്നൊരു സ്റ്റോക്ക് കിട്ടുകയാണെങ്കിലും കുറച്ച് സേഫാണ്. ഒരു ബ്ലൂ ചിപ്പ് കമ്പനിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി സ്മോൾ ക്യാപ്പിനേക്കാൾ ലോങ് ടൈമിലേക്ക് നമ്മൾ ആ ഒരു ചിന്തയിൽ വാങ്ങുന്നതിൽ വലിയ തെറ്റില്ല. ഐഷർ മോട്ടോർ അതുപോലെ നമ്മൾ L&D അതുപോലെ തന്നെയാണ്. L&D നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൽ തന്നെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ L&T എന്നുള്ള ഒരു സ്റ്റോക്കാണ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ നമുക്കൊരു വീക്കിലി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഉണ്ടോ? ഇപ്പോൾ വീക്കിലി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് റേഞ്ചാണ്. രണ്ടാമത്തെ ഒരു സപ്പോർട്ട് വരുന്നത് 3170 ആ റേഞ്ചാണ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ റേഞ്ചിൽ വേണം കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. അതിന് ശേഷം സ്റ്റോക്ക് മേലോട്ട് പോകണമെങ്കിൽ കുഴപ്പമില്ല. അവിടെ നല്ല താഴത്തോട്ട് വരികയാണെങ്കിൽ ഇത് നല്ലൊരു സപ്പോർട്ടായിരിക്കും ഈ 3170 എന്നുള്ള റേഞ്ച്. കാരണം ആ ഒരു റേഞ്ചിൽ നിന്ന് ഒരു മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് ചെയ്തിട്ട് കയറിയതാണ്. കാരണം ഒരുപാട് നാളത്തെ കൺസൾട്ടേഷൻ ശേഷം അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് തന്ന് മേലോട്ട് പോയത്. അതിന് ശേഷം നല്ലൊരു സെൽ ഓഫ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലൊരു വോളിയത്തോടുള്ള സെല്ലിങ് ഇവിടുന്ന് റിക്കവറായിട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഇപ്പോൾ ഈ റേഞ്ചിൽ തന്നെ ആഡ് ചെയ്യുക. അതിന് ശേഷം വീണ്ടും താഴത്തോട്ട് വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞ റേഞ്ച് രണ്ടാമത്തെ റേഞ്ചിൽ നിന്ന് കുറച്ചുകൂടി ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലോങ് ടൈമിലേക്കൊക്കെ എന്തായാലും ഈ സ്റ്റോക്കുകളൊക്കെ വളരും. കാരണം L&D ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയുടെ മെയിനായിട്ടുള്ള എല്ലാത്തിലും ഇവർക്ക് ബിസിനസ്സുള്ള ഒരു കമ്പനിയാണ്. ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ്. ഒരു ലോങ് ടൈം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ 2 സ്റ്റോക്കുകൾ വേണമെങ്കിൽ ഒന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പാണ്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. കൂടാതെ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതലായിട്ട് നമ്മളിനി വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ പണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ കുറച്ച് തിരക്കായി പോയി. അതിൻ്റെ ഇടയിൽ മാർക്കറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് സ്വിംഗ് ട്രേഡിങ്ങുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ പറയാറ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മളിങ്ങനെ സ്റ്റോക്കുകൾ പറയാനും പറ്റില്ല. നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് വരുമ്പോഴായിരിക്കും നമ്മൾ കൂടുതലായിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് നമ്മുടെ റേഞ്ചിൽ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോ ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് അതുപോലെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒക്കെ നല്ല രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ബൈയിങ് ഒരു മൊമെൻറ്റം വരികയാണെങ്കിൽ നല്ലതാണ്. കൂടാതെ FIAസും ഒന്ന് ബൈയിങ്ങിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോക്കുകളിൽ നമുക്ക് എൻട്രി കിട്ടും. കാരണം ഇപ്പോൾ നല്ല റേഞ്ചിൽ ഒരുപാട് സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.